ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് നമ്മളൊരു ഇഫ്താർ സ്നാക്കാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മാഷ്മലോ ചിക്കൻ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം, വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചിക്കൻ, എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. അപ്പം ചിക്കൻ എടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുമ്പം ചിക്കൻ വേവിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം ബാക്കി ഉണ്ടാവില്ല. ആ ഒരു ചിക്കൻ കുക്കായി കഴിഞ്ഞാലുള്ള വെള്ളം, ആ ഒരു വെള്ളം ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയും. അപ്പം അത് നമ്മൾ കളയുന്നില്ല. നമ്മൾ ഈ ഒരു സ്നാക്കിലേക്ക് അത് ആവശ്യമാണ്. അപ്പം അത് കളയാണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പം ഇത് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇപ്പോൾ ബട്ടർ മെൽട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുക. ക്യാബേജും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം വേണ്ട, അതിൻ്റെ പകുതി മതി. പിന്നെ ഇതിലേക്ക് 2-3 പീസ് വെളുത്തുള്ളി ഇട്ടിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇടുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്, അതാണ് ഇതിൽ കാണാത്തത്. ഇനി വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മതി. ഇനി ഇതിലേക്ക് ഒരു ബട്ടർ ഒന്ന് മെൽട്ടായി വന്നാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്കുള്ള ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് സോസ് വേണം. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൈദൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. മൈദ ഇതുപോലെ ചെറിയ ചെറിയ കട്ട പോലെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അത് എല്ലാം കൂടി നമ്മൾ ലാസ്റ്റ് ആ ഒരു ഫൈനൽ സ്റ്റേജിലെത്തുമ്പോഴേക്ക് എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നോളും. ഇനി വൈറ്റ് സോസിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ വേവിച്ചിട്ടുള്ള ആ വെള്ളം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ സോസ് റെഡിയായി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് ഈ ഒരു വെജീസിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇതിലെ ആ ഒരു വെള്ളം ഈ ഒരു വെജീസിൽ നന്നായിട്ട് മിക്സായിട്ട് നല്ലൊരു ഫ്ലേവർ ആവും. അപ്പം കുറച്ചുകൂടി തിക്കാവുകയും ചെയ്യും. ഇനി ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കന് നേരത്തെ വേവിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഒന്ന് പൊടിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം 1 മിനിറ്റ് കൂടെ ഒന്ന് കുക്കാക്കിയിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ട്രേ എടുക്കാം. അപ്പം അതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം നമ്മളിത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി വന്നോളും. നമുക്ക് കട്ട് ചെയ്യാനും കുറച്ചുകൂടെ ഈസിയാണ്. അപ്പം ആ ഒരു ഫ്രിഡ്ജിൽ അത് വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ഇത്ര എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. പിന്നെ നമുക്കിത് ഈ ഒരു ചിക്കനിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. അതിപ്പം തിന്നായിട്ടുള്ള സേമിയ ആണെങ്കിലും ഇതുപോലെ കുറച്ച് കട്ടിയുള്ള സേമിയ ആണെങ്കിലും കുഴപ്പമില്ല. കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കാണാനൊരു ഭംഗിയുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ ഒരു സെറ്റായിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ആ ഒരു മിക്സ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ക്യൂബായിട്ട് നമ്മൾ മാഷ്മെല്ലോ എങ്ങനെയാണോ ഒരു ക്യൂബ് ഷേപ്പ് ആ ഒരു ഷേപ്പെല്ലാം ഉണ്ടാവുക ആ ഒരു രീതിയിൽ ഒരു മാഷ്മെല്ലോൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. നമുക്ക് എത്ര സമയം വെക്കാൻ പറ്റുന്നോ അത്ര സമയം വെച്ചാൽ അത്രയും നല്ല. ഇതിപ്പം മാക്സിമം
ഞാനിപ്പം ഒരു 3/4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം, എന്നാലേ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇത് ഓരോന്ന് എടുത്തിട്ട് ഈ ഒരു മൈദ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഈ സേമിയയിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്യണം, എന്നാലേ ഒരു ക്രിസ്പിനെസ്സും അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇത് 2 സൈഡും ഒരുപോലെ ഗോൾഡൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ സ്നാക്കാണ്. അത് മാത്രമല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണ്. ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അപ്പം അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും റമദാൻ കരീം.